BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് കെ സുധാകരൻ വാർത്താ സമ്മേളനം വിളിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന സ്ഥാനവും MP സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും രാജിവെക്കുമോ എന്നാണ് കോൺഗ്രസിന് ആശങ്ക. കണ്ണൂരിൽ കോൺഗ്രസ് വിമതനായി സുധാകരൻ മത്സരിക്കുമോ എന്നുപോലും കോൺഗ്രസിന് ഭയമുണ്ട്. സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോകുന്നതോ സ്വതന്ത്രനായി മത്സരിക്കുന്നതോ ആയ സാഹചര്യം ഉണ്ടായാൽ അത് കണ്ണൂർ ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളെയും നേരിട്ട് തന്നെ ബാധിക്കും. കെ സുധാകരൻ ഇടയുന്ന സാഹചര്യമുണ്ടായാൽ ഇരിക്കൂർ ഒഴികെയുള്ള കണ്ണൂരിലെ മുഴുവൻ സീറ്റുകളിലും പേരാവൂരിലും അഴീക്കോട്ടും തൃക്കരിപ്പൂരും ഉദുമയിലുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും വിലയിരുത്തലുണ്ട്. കാരണം കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ അത് സുധാകരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അണികൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനത്തിൽ ഉറച്ച് KPCC നേതാക്കൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ 14 സീറ്റുകളിൽ ഇപ്പോഴും മുറുമുറുപ്പ് തുടരുകയാണ്. താൻ അവഗണിക്കപ്പെടുന്നു എന്ന ബോധ്യമാണ് സുധാകരനെ ചോടിപ്പിച്ചിരിക്കുന്നത്. CWC അംഗമായിരുന്നിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളിൽ പോലും തന്നെ മാറ്റി നിർത്തിയതും സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം തന്നെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നുമാണ് സുധാകരൻ പക്ഷത്തിന്റെ ആരോപണം. എന്തുതന്നെയാണെങ്കിലും 2 സാധ്യതകളാണ് സുധാകരൻ സ്വീകരിക്കുമെന്ന് കരുതപ്പെടുന്നത്. സാധ്യത 1, വൈകാരികമായ ഒരു പ്രഖ്യാപനത്തിലൂടെ പാർട്ടി പദവികളിൽ നിന്നും MP സ്ഥാനത്ത് നിന്നും രാജിവെച്ച് മാറി നിൽക്കുക. സാധ്യത 2, കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുക. കണ്ണൂരിലെ 2 സീറ്റുകളിൽ പാർട്ടി ഒഴിച്ചിട്ടിരിക്കുന്നത് സുധാകരന് വേണ്ടിയുള്ള അവസാന വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് മല്ലികാർജുൻ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ നേരിട്ട് സംസാരിച്ച് സുധാകരനെ തണുപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ തന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന സുധാകരൻ ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. കണ്ണൂരിലെ കരുത്തനായ നേതാവെന്ന സുധാകരന്റെ പ്രതിച്ഛായ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശങ്ക. അദ്ദേഹം ഇടഞ്ഞാൽ കണ്ണൂരിലെ മാത്രമല്ല സമീപ ജില്ലകളായ കാസർഗോഡിലെ ഉദുമ, തൃക്കരിപ്പൂർ, വയനാട് എന്നിവിടങ്ങളിലെയും കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. രമേശ് ചെന്നിത്തല, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ ശ്രമിച്ചിട്ടും സുധാകരൻ വഴങ്ങിയിട്ടില്ല. തനിക്ക് സീറ്റ് നൽകിയാൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മറ്റ് MP-മാർക്കും ഇളവ് നൽകേണ്ടി വരും എന്നത് ഔദ്യോഗിക നേതൃത്വത്തെ കുഴപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കോൺഗ്രസിനെ സംബന്ധിച്ച് അസ്തിത്വ പ്രതിസന്ധിയുടേതാണ്. അദ്ദേഹം പാർട്ടി വിടാൻ തുനിഞ്ഞാൽ അത് വടക്കൻ കേരളത്തിൽ UDF-ന്റെ അടിത്തറ ഇളക്കുമെന്നതിൽ സംശയമില്ല. ഇന്ന് ഡൽഹിയിൽ ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ എന്താണ് പറയുക എന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നെങ്കിലും കണ്ണൂർ ഉൾപ്പെടെയുള്ള 2 പ്രധാന സീറ്റുകൾ കോൺഗ്രസ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നീട് കെ സുധാകരന് വഴങ്ങേണ്ട സാഹചര്യം വന്നാൽ അത് പരിഗണിക്കുകയാണ് ലക്ഷ്യം. സുധാകരന് വഴങ്ങിയാൽ അടൂർ പ്രകാശിനെയും പരിഗണിക്കേണ്ടി വരും. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് കരുതുന്നത്. അതേസമയം പെരുമ്പാവൂരിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ലൈംഗിക പീഡന പരാതിയാണ് തിരിച്ചടിയായത്. എൽദോസിനെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസ് ഈ മാസം 26-ന് നെടുമങ്ങാട് കോടതി പരിഗണിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം നൽകിയ ശേഷം കേസിൽ തിരിച്ചടി ഉണ്ടായാൽ എൽദോസിനെ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളെയും അത് ബാധിച്ചേക്കുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് പേരുകൾ കൂടി പരിഗണിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.